കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് നിയമജ്ഞരിൽ ഒരുവൻ മുൻപോട്ട് വന്ന് യേശുവിനോട് ചോദിച്ചു, എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ്? യേശു പ്രതിവചിച്ചു, ഇതാണ് ഒന്നാമത്തെ കൽപ്പന. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പന നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇവയേക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല. നിയമജ്ഞൻ പറഞ്ഞു, ഗുരു, അങ്ങ് പറഞ്ഞത് ശരി തന്നെ. അവിടുന്ന് ഏകനാണെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹന ബലികളെക്കാളും യാഗങ്ങളെക്കാളും മഹനീയമാണെന്നും അങ്ങ് പറഞ്ഞത് സത്യമാണ്. അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞൊന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. പിന്നീട് യേശുവിനോട് ചോദ്യം ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോമിശിഹായിലേറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 28 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഒരു നിയമജ്ഞൻ വന്ന് ഈശോയോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിയമത്തെ എപ്രകാരമാണ് ചുരുക്കി എഴുതാൻ പറ്റുക? യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ നിയമങ്ങൾ അവർക്ക് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം പാലിക്കാനായിട്ട് അവർ ബാധ്യസ്ഥരായിരുന്നു. അപ്പോൾ ഈ നിയമങ്ങളെല്ലാം ചുരുക്കി എപ്രകാരം അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് നിയമജ്ഞൻ ചോദിക്കുക. നിയമജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഈ നിയമത്തിൻ്റെ എല്ലാ വശങ്ങളും കൃത്യമായി മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും എല്ലാ വശങ്ങളും അറിയാവുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തി തന്നെ വന്ന് ഈശോയോട് ചോദിക്കുകയാണ്, നിയമത്തിലെ സുപ്രധാനമായ കൽപ്പന ഏതാണ്? അപ്പോൾ അവൻ്റെ ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി കൃത്യമായിട്ട് ഈശോ കൊടുക്കുകയാണ്. അതായത് നിന്റെ ദൈവമായ കർത്താവിന് കൊടുക്കേണ്ട പ്രഥമമായ സ്ഥാനം, നിന്റെ ദൈവമായ കർത്താവിന് കൊടുക്കേണ്ട പ്രഥമമായ സ്ഥാനം, അതായത് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ നീ ദൈവത്തെ സ്നേഹിക്കുക. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് പഴയ നിയമത്തിൻ്റെ എല്ലാ നിയമങ്ങളും ക്രോഡീകരിക്കുന്ന ഈശോയെ കാണാൻ പറ്റും. ഈശോ ഇത് പറയുമ്പോൾ ഇതിലൂടെ പ്രധാനമായിട്ട് പറഞ്ഞു വെക്കുന്ന കാര്യം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലാത്ത ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തെ സൂചിപ്പിക്കാം. അതായത് ദൈവത്തെ എത്രമാത്രം നമ്മുടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ആത്മാവോടെയൊക്കെ നമ്മൾ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ദൈവവുമായിട്ട് അത്രമാത്രം ഒരു ഗാഢമായ ബന്ധത്തിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കണമെന്നുള്ള കാര്യമാണ് ഈശോ ഈ വചനത്തോട് സൂചിപ്പിക്കുക. ഈശോയുടെ ജീവിതം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്രമാത്രം ആഴത്തിൽ തൻ്റെ പിതാവിനോടുള്ള സ്നേഹത്തിലായിരുന്ന ഈശോയെ കാണാൻ പറ്റും. രാത്രിയുടെ യാമങ്ങളിൽ മതിരാവിലെയൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥനയിൽ മുഴുകി ജീവിക്കുന്ന ഈശോയെ വചനം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിലൂടെ പറഞ്ഞു വെക്കുന്ന കാര്യം ദൈവമായ കർത്താവിന് നമ്മൾ കൊടുക്കേണ്ട ഒരു പ്രഥമ സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ. പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ അതിലൊരു കോംപ്രമൈസോ അല്ലെങ്കിൽ അതിനകത്തൊരു പ്രയാസമൊന്നും ഇല്ലാതെ നമ്മൾ ദൈവത്തെ ആരാധിക്കാനായി വിളിക്കപ്പെട്ടവരാണ്. കാരണം നമ്മൾ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു വലിയ മഹനീയതയും മഹത്വവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ദൈവത്തെ അറിയാതിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു വലിയ ആശയങ്ങളാണ്, അയ്യോ അങ്ങനെ നമുക്ക് പൂർണ്ണമായി ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്ന, എങ്ങനെയാണ് പൂർണ്ണമായി പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാൻ പറ്റുക? ഇതൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ സംശയങ്ങളായിട്ട് പലപ്പോഴും കടന്നു വരും. പക്ഷേ ദൈവത്തെ മനസ്സിലാക്കാനും ദൈവത്തെ അറിയാനും തുടങ്ങുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വലിയ മാറ്റം വരും. അതുകൊണ്ടാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, പരിശുദ്ധനായവനെ അറിയുന്നതാണ് ഏറ്റവും വലിയ അറിവ്. പരിശുദ്ധനായവനെ അറിയുന്നതാണ് ഏറ്റവും വലിയ അറിവ്. അങ്ങനെ ദൈവത്തെ അറിയാൻ തുടങ്ങുമ്പോൾ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും അതുപോലെ തന്നെ ദൈവത്തോട് ചേർന്നിരിക്കാനും ദൈവത്തെ ഈ ലോകത്തിലെ എല്ലാ മോഹവസ്തുക്കളെക്കാളും ഉപരിയായിട്ട് സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. ദൈവത്തെ അറിയാത്ത ആൾക്കാർക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പരിശോധിച്ച് കഴിഞ്ഞാലും നമുക്കറിയത്തില്ലാത്ത ഒരാളെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ നമുക്ക് പറ്റത്തില്ല.
നമുക്കൊരാളെ കൂടുതൽ അടുത്ത് അറിയാൻ പറ്റുമ്പോൾ, ഒരാളെ കൂടുതൽ വ്യക്തിപരമായി മനസ്സിലാക്കാൻ കഴിയുമ്പോൾ ഇപ്പോൾ അവരോട് നമുക്ക് കൂടുതൽ സ്നേഹം കാണിക്കാൻ പറ്റും, അവരെ അംഗീകരിക്കാൻ പറ്റും, സ്നേഹിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റവും ആദ്യമായി കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവസ്നേഹം. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ എന്ന പോലെ ദൈവസ്നേഹം ഒരു സൈഡിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം കാണുന്നത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ലൂക്കാ സുവിശേഷകൻ അതിന് കുറച്ചും കൂടെ ഒരു വ്യക്തത തന്നുകൊണ്ടാണ് നല്ല സമറിയാക്കാരൻ്റെ ഉപമ പറയുക. ആരാണ് നല്ല എൻ്റെ അയൽക്കാരൻ? ആരാണ് എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ എൻ്റെ അയൽക്കാരൻ എന്നുള്ളത് നല്ല സമറായൻ്റെ ഉപമയിലൂടെ ലൂക്കാസ് സുവിശേഷം വെളിപ്പെടുന്നുണ്ട്. അതായത് നമ്മുടെയൊക്കെ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവർ ആരോ അവർ നല്ല അയൽക്കാരനാണ്. അവൻ്റെ ജീവിതത്തിലേക്ക് അവന് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു പരിഗണനയും സ്നേഹവും കൊടുക്കുവാനായിട്ട് നമ്മൾ വിളിക്കപ്പെട്ടവരാണ് എന്നുള്ള കാര്യം കൂടെ നിയമം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ വചനം പഠിപ്പിക്കുമ്പോൾ, നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കുമ്പോൾ ഇതിലൊക്കെ ഒത്തിരിയേറെ വീഴ്ചകൾ നമുക്ക് വന്നു പോയിട്ടുണ്ടാകും. ദൈവത്തെ സ്നേഹിക്കുന്നതിലും അതുപോലെ തന്നെ പരസ്നേഹത്തിലുമൊക്കെ നമുക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാകും. നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുന്ന കാര്യമാണ്, നമ്മൾ സാധാരണ മാനുഷികമായ ഒത്തിരിയേറെ ബലഹീനതകൾക്ക് അടിമപ്പെട്ട് പലപ്പോഴും കുടുംബജീവിതത്തിൽ പോലും പരസ്പരം സ്നേഹിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട സാഹചര്യങ്ങളിൽ സ്നേഹം മറന്നുപോയി ജീവിച്ച അവസരങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ വലിയൊരു ആശ്വാസമായിട്ട് നമ്മൾ വായിച്ച 1-ാമത്തെ വായനയിൽ കർത്താവ് പറയുന്നുണ്ട്, നീ തിരിച്ചു വരിക. അനുദപിച്ച് തിരിച്ചു വരാൻ തുടങ്ങുമ്പോൾ നിന്നെ എൻ്റെ സ്നേഹം പൊതിയുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് വചനം പറയുന്ന കാര്യമാണ്, അവരുടെ അവിശ്വസ്തതയുടെ മുറിവ് ഞാൻ ഉണക്കും, അവരുടെ മേൽ സ്നേഹം ചൊരിയും. ദൈവം തരുന്ന ഏറ്റവും വലിയൊരു കൃപയും അഭിഷേകത തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു വചനഭാഗം നമ്മൾ ധ്യാനിച്ച് ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാവുന്ന ഏക കാര്യം ഇത് തന്നെയാണ്. ഈശോയെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ നിന്നെ സ്നേഹിക്കാനും ഞങ്ങൾ നിൻ്റെ സ്നേഹം മനസ്സിലാക്കി അത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ അനുഭവിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ആ സ്നേഹം ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് ഞങ്ങളെ ഒരുക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം സ്നേഹമാണ് എന്നുള്ളത് വചനം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ ഒരു ജീവിതം നയിക്കുവാനായിട്ടുള്ള വലിയ കൃപയ്ക്കും അഭിഷേകത്തിനും വേണ്ടി ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.